വീണ്ടും വീണ്ടും പണികൾ ചോദിച്ചു വാങ്ങിക്കുക എന്നത് ബോച്ചയുടെ ഒരു രീതിയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കൂടുതൽ ജനസ്വീകാര്യത ഇഷ്ടപ്പെടുന്ന ആളാണ് ബോച്ചെ. എന്നും ആളുകൾക്കിടയിൽ എന്തേലും ഒരു ഇളക്കം ഉണ്ടാക്കാനുള്ള ഒരു വകയുണ്ടാകും ബോച്ചയുടെ ഭാഗത്തു നിന്നും. ഇനി സ്വയം ഉണ്ടായില്ലെങ്കിൽ അയാൾ അത് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വേറെ കാര്യം. ഹണിറോസിന്റെ വിഷയത്തിൽ നന്നായി ഒന്ന് ഒതുങ്ങിയതാണ് പുള്ളി. ഇനിയും എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാൽ ഇപ്പൊ കിട്ടുന്ന പരിഗണന പോലും ആളുകളുടെ അടുത്ത് നിന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഈ പിന്മാറ്റം. ഹണി ഇല്ലെങ്കിൽ മൊണാലിസ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മൊണാലിസയെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യിച്ചതോടെ ആളുകൾ വീണ്ടും ബോച്ചയ്ക്ക് ഒപ്പം തന്നെ കൂടി. ഇപ്പോൾ ഇതാ പുതിയൊരു വൈറൽ കണ്ടന്റുമായി ബോച്ചെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഹണിറോസ് വിഷയത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ പഴയതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അശ്ലീല വാക്കുകളോ ഒന്നും ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ വീഡിയോകളിൽ കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ദേ പുട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളും ഒരു റീലാക്കി ബോബി പങ്കുവച്ചിട്ടുണ്ട്. വലിയൊരു സംഘത്തിനൊപ്പമായിരുന്നു ബോബി ദേ പുട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയത്. വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ ദിലീപിനെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു. റീലിൽ ഈ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവച്ച റീലിൽ ദിലീപുമായി ചേർത്ത് സമ്മിശ്രമായ അഭിപ്രായമാണ് ആളുകൾ പങ്കുവെക്കുന്നത്. പാച്ചുവും ഗോപാലും തമ്മിലുള്ള ഈ വീഡിയോ കോൾ സോഷ്യൽ മീഡിയ അപ്പാടെ ഏറ്റെടുത്തതോടെ ആകെ പണി കിട്ടിയ അവസ്ഥയിലായി ബോച്ചയ്ക്ക്. അല്ലേലും അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ. ഇതോടെ പൊക്കി നടന്നവരെല്ലാം എടുത്ത് താഴെയിട്ടു എന്നാണ് കരക്കമ്പി. ദിലീപിനോടുള്ള അമർഷമാണ് ഒരു വിഭാഗം ആളുകൾ കമന്റ് ബോക്സിൽ വ്യക്തമാക്കുന്നത്. ഈ ദിലീപിന്റെ കൂടെ നടന്നാൽ ഉള്ള സ്നേഹവും പോവും, ഇയാളെ ഒഴിവാക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ബോച്ചപ്പാൻ അല്ലാതാകും, ദിലീപ് അത്രയ്ക്ക് മോശക്കാരനാണ്, താങ്കൾ എന്തിന് സ്വന്തം ദേഹത്ത് ഈ ചളി പുരട്ടണം, താങ്കളെ ആരോ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ സൂക്ഷിക്കുക എന്നതാണ് ഒരാൾ കമന്റ് ബോക്സിൽ എഴുതിയത്. ഇതുപോലെ ദിലീപിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന വില വട്ടപൂജ്യമായിരിക്കും. കഷ്ടം, പെണ്ണ് കാരണം പണി കിട്ടിയ 2 മുതലുകൾ, പെണ്ണിന്റെ പ്രതികാരത്തിന്റെ ഇരകൾ. ബോബി ചെമ്മണ്ണൂരിന്റെ എളിമ വളരെ വലുതാണ്. പറയാൻ കാരണം സിനിമാ നടൻ തിരിച്ച് ഇങ്ങനെ ചെയ്തു എന്ന് വരില്ല എന്നിങ്ങനെ പോകുന്നു നെഗറ്റീവ് കമന്റുകൾ. അതേസമയം തന്നെ മറുവശത്ത് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും ദേ പുട്ടിലെ ഭക്ഷണത്തിന്റെ രുചിയെ പ്രകീർത്തിച്ചുകൊണ്ടും നിരവധി ആളുകൾ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ദേ പുട്ടിൽ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ പുട്ടാണ്, അത് സൂപ്പറാണ് എന്നാണ് ഒരു കമന്റ്. ദിലീപേട്ടനും ബോച്ചയും ഒരുപോലെ പൊളി. ദിലീപിന്റെ തിരിച്ചു വരവിന് പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്. രണ്ടുപേരും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്. ജനപ്രിയ നായകനും ബോച്ചയും സാധാരണക്കാരുടെ ഹീറോകളാണ്. 2 മികച്ച മനുഷ്യ സ്നേഹികൾ, ഒരു പ്രേമി. സിനിമക്കാരെ പിടിച്ചു തുടങ്ങി, ഇനി ഹണിക്ക് പണി വീഴും എന്നിങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ. ദുബായ് കരാമയിലെ ദേ പുട്ടിലാണ് ബോബി ചെമ്മണ്ണൂരും കൂട്ടരും ഭക്ഷണം കഴിക്കാനായി എത്തിയത്. ദേ പുട്ട് ദുബായ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന റീൽ ബോബി തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും പങ്കുവെക്കുകയായിരുന്നു. അതേസമയം ദേ പുട്ട് ദുബായിയുടെ പേജിൽ ഈ റീലിന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം.